ഇന്ന് രാവിലെ എനിക്ക് കുറച്ചധികം തിരക്കുണ്ട് കേട്ടോ. കാരണം ഇന്നെനിക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അത് ഇന്നലെ രാത്രിയിലാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ കൂടുതൽ ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി വെച്ച സംഭവങ്ങൾ തികയില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആക്ച്വലി ഗസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം 2 പേര് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാലപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ അരച്ച് തന്നെ വെച്ചിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് രാത്രിയായപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കൂട്ടത്തിൽ വേറെ 2-3 പേരും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അവർക്കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് രാത്രി തന്നെ അരച്ച് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാനിങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ആകെ ടെൻഷനായി പോയി എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ രാവിലെ മാർക്കറ്റൊന്നും അങ്ങനെ ഒരു ലൈവായിട്ട് കിട്ടത്തില്ല. തുറന്ന കടകളൊന്നും ആ ഒരു സമയത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഗോതമ്പ് പുട്ടുണ്ടാക്കാമെന്ന്. ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഇത് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഇതുപോലെ തളിച്ച് കുഴച്ച് കൊടുക്കും. എന്നിട്ട് അത്യാവശ്യം എല്ലായിടും നന്നായിട്ട് നനഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ട് കിട്ടും കേട്ടോ, ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത. അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ സാധാരണ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നനച്ചാൽ മാത്രം മതി. എന്നിട്ട് പൾസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലാട്ടോ കിട്ടുന്നത്. ശരിക്കും നമ്മുടെ സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്ക് ഗോതമ്പ് പുട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പണ്ടൊക്കെ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്തുണ്ടല്ലോ, ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ പൾസ് ചെയ്തെടുക്കണ സംഭവമൊന്നും. അപ്പോൾ അന്ന് ഇങ്ങനെ കട്ട കെട്ടി ഗോതമ്പ് പുട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കുറച്ചധികം തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കറിയോ പഴമോ ഒന്നും വേണ്ട, ചൂടോടുകൂടി തന്നെ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ മാവൊക്കെ ഞാനിങ്ങനെ പൾസ് ചെയ്ത് അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പാലപ്പത്തിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ് ബോയിലർ ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമായി ഞാൻ രാവിലെ തന്നെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് മുട്ടയ്ക്ക് ഗ്രേവി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇൻഡക്ഷനെ വെച്ചാട്ടോ ഒന്ന് ചെയ്യുന്നത്. പാൻ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഹോൾ സ്പൈസസും 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത്, പച്ചക്കറി അല്ല കേട്ടോ, തക്കാളിയും സവോളയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടേ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതുപോലുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എളുപ്പ ഒരു കറിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു രീതിയിൽ പനീർ കടിയും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി ഞാൻ പനീർ ഇതേപോലെ വെച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതവിടെ നന്നായിട്ട് വഴന്ന് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് മീറ്റ് മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക. പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മല്ലിയുടെ തണ്ടും ഇലയും എല്ലാം കൂടെ കൂടി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു പാത്രം ഇൻഡക്ഷനിൽ വെക്കാനായിട്ട് മാത്രം വാങ്ങിച്ചാട്ടോ. അപ്പോൾ അതിങ്ങനെ ആദ്യം വെക്കുന്ന സമയത്ത് അതിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വെയിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മാറി കിട്ടുമേ. അപ്പോൾ ഞാൻ എന്തായാലും പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ മുട്ട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. മുട്ടയുടെ പുറത്ത് ആ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. മുട്ട നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മുട്ടയ്ക്കകത്തോട് ഒഴിച്ചു കൊടുത്തു. നല്ല തിള വന്നു കഴിഞ്ഞപ്പം കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ പുട്ടുകുറ്റിക്കകത്ത് പുട്ടിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തേങ്ങയും 3-4 നിർത്തായിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗസ്റ്റുകൾ 5 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ നമ്മളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി തികയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പുട്ടും അടുപ്പിലോട്ട് വെച്ചു. പിന്നെ അപ്പുറത്തെ ചായ വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മുടെ പാലപ്പവും ഞാൻ ചുട്ടെടുത്ത് വെക്കുക. കാരണം എനിക്കിന്ന് ക്ലാസ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ രാവിലെ ഒരു 8 മണിക്കുള്ളിൽ എനിക്ക് റെഡിയാക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ക്ലാസ്സിലേക്കും പോകണം. എന്തായാലും കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ എൻ്റെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ എത്തിയിരുന്നു. അവർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് കയറി വന്നു. അപ്പോൾ അവർക്ക് പോകാനുള്ള സമയമായിരുന്നു. അങ്ങനെ അവർ പോവുകയും ചെയ്തു.